ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര ആരംഭിച്ചിരിക്കുന്നു. 41 വർഷങ്ങൾക്കിപ്പുറം ഒരു ഭാരതീയൻ വീണ്ടും ബഹിരാകാശത്തേക്ക് പറക്കുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷമാണ്. ഈ ദൗത്യം കേവലം ഒരു വ്യക്തിയുടെ യാത്ര എന്നതിലുപരി ഇന്ത്യയുടെ വളർന്നു വരുന്ന ബഹിരാകാശ ശക്തിയുടെയും ആഗോള ബഹിരാകാശ സഹകരണങ്ങളുടെയും പ്രതിഫലനം കൂടിയാണ്. 1984 രാകേഷ് ശർമ്മ സോയൂസ് T-11 ദൗത്യത്തിലൂടെ ബഹിരാകാശത്തെത്തിയതിന് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്തേക്ക് പോകുന്നത്. ശുഭാംശു ശുക്ലയുടെ ഈ ദൗത്യം ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ പുരോഗതിയുടെയും സ്വകാര്യ ബഹിരാകാശ സംരംഭങ്ങളോടുള്ള രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന താല്പര്യത്തിന്റെയും സൂചകമാണ്. ഇന്ത്യൻ വ്യോമസേനയിലെ ഒരു പൈലറ്റ് എന്ന നിലയിൽ ശുഭാംശു ശുക്ലയ്ക്ക് വിമാനങ്ങളെയും ബഹിരാകാശ യാത്രയെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ദൗത്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുമുണ്ട്. ആക്സിയം സ്പേസ് എന്ന സ്വകാര്യ ബഹിരാകാശ കമ്പനിയുടെ 4ാമത്തെ ബഹിരാകാശ ദൗത്യമാണ് ആക്സിയം 4. ഈ ദൗത്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കാണ്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ ഡ്രാഗൺ പേടകത്തിൽ ഈ ദൗത്യം വിക്ഷേപിച്ചത്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ ഭേദിച്ച് ബഹിരാകാശത്തേക്ക് പറന്നുയരുന്ന ഫാൽക്കൺ 9 റോക്കറ്റ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വിശ്വസനീയവും ചെലവ് കുറഞ്ഞതുമായ വിക്ഷേപണ വാഹനങ്ങളിലൊന്നാണ്. ഈ ദൗത്യ സംഘം ജൂൺ 26 വൈകുന്നേരം 4:30 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബഹിരാകാശ നിലയത്തിൽ 14 ദിവസത്തെ ദൗത്യമാണ് സംഘം ലക്ഷ്യമിടുന്നത്. ഈ കാലയളവിൽ വിവിധ ശാസ്ത്രീയ പരീക്ഷണങ്ങളിലും ഗവേഷണങ്ങളിലും സംഘം ഏർപ്പെടും. മൈക്രോഗ്രാവിറ്റി സാഹചര്യങ്ങളിൽ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പുതിയ മരുന്നുകളുടെയും സാങ്കേതിക വിദ്യകളുടെയും പരീക്ഷണം തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഈ ദൗത്യത്തിന് ഉൾപ്പെടുന്നുണ്ട്. ശുഭാംശു ശുക്ലയ്ക്ക് പുറമെ 3 പ്രമുഖ ബഹിരാകാശ സഞ്ചാരികൾ കൂടി ഈ ദൗത്യത്തിൽ ഉൾപ്പെടുന്നുണ്ട്. പെഗ്ഗി വിറ്റ്സൺ, ഒരു മുതിർന്ന അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയും മുൻ നാസ ബഹിരാകാശ സഞ്ചാരിയും ഇപ്പോൾ ആക്സിയം സ്പേസിലെ ബഹിരാകാശ സഞ്ചാരിയുമാണ് പെഗ്ഗി വിറ്റ്സൺ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി എന്ന റെക്കോർഡ് അവർക്കുണ്ട്. അവരുടെ പരിചയ സമ്പത്ത് ഈ ദൗത്യത്തിന് വലിയ മുതൽക്കൂട്ടാണ്. സ്ലാവോസ് ഉസ്നാൻസ്കി, പോളണ്ട് സ്വദേശിയായ ഇദ്ദേഹം യൂറോപ്യൻ സ്പേസ് ഏജൻസിയിലെ പ്രമുഖ ബഹിരാകാശ സഞ്ചാരിയാണ്. ടിബോർ കാബു, ഹംഗറിയിൽ നിന്നുള്ള അദ്ദേഹം ഹംഗറിയൻ സ്പേസ് പ്രോഗ്രാമിലെ ഒരു പ്രധാനിയാണ്. ഈ 4 പേരും ദൗത്യത്തിനായി ഒരുങ്ങുന്നതിന്റെ ഭാഗമായി മെയ് 25 മുതൽ ക്വാറന്റൈനിലായിരുന്നു. ബഹിരാകാശ യാത്രയ്ക്ക് മുമ്പ് രോഗബാധ ഒഴിവാക്കുന്നതിനും ആരോഗ്യപരമായ ഒരുക്കങ്ങൾ ഉറപ്പാക്കുന്നതിനും ഇത് അത്യാവശ്യമാണ്. ഈ ദൗത്യം വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ബഹിരാകാശ സഹകരണത്തിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ്. ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾക്ക് വലിയ ഊർജം നൽകുന്നുണ്ട്. ഗഗൻയാൻ ദൗത്യം ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ മനുഷ്യരെ അയച്ചുള്ള ബഹിരാകാശ പദ്ധതികൾക്ക് ഇത് പ്രധാനമാകും. ഇന്ത്യൻ വ്യോമസേനയിലെ പൈലറ്റുമാരും ബഹിരാകാശ സഞ്ചാരികളാകാൻ പ്രാപ്തരാണെന്ന് ഇന്ത്യ തെളിയിക്കുന്നുണ്ട്. ഈ ദൗത്യം ഇന്ത്യൻ യുവതലമുറയ്ക്ക് ബഹിരാകാശ ഗവേഷണത്തിലും ശാസ്ത്രത്തിലും താല്പര്യം വളർത്താൻ സഹായിക്കും. ബഹിരാകാശത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്ന വിശ്വാസം ഇത് നൽകുന്നുമുണ്ട്. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ബഹിരാകാശ രംഗത്ത് കൂടുതൽ അവസരങ്ങൾ തുറന്നു കൊടുക്കും. ആക്സിയം സ്പേസിനെ പോലെയുള്ള കമ്പനികൾ ഭാവിയിൽ കൂടുതൽ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ബഹിരാകാശത്ത് എത്തിക്കാൻ സാധ്യതയുണ്ട്. ബഹിരാകാശ യാത്ര എപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതാണ്. റോക്കറ്റ് വിക്ഷേപണം മുതൽ ബഹിരാകാശ നിലയത്തിലെത്തി അവിടെ താമസിച്ച് ഗവേഷണങ്ങൾ നടത്തുന്നത് വരെയുള്ള ഓരോ ഘട്ടത്തിലും സൂക്ഷ്മമായ ആസൂത്രണവും കർശനമായ സുരക്ഷാ നടപടികളും ആവശ്യമാണ്. എന്നാൽ ഈ വെല്ലുവിളികളെ അതിജീവിച്ച് മനുഷ്യൻ ബഹിരാകാശത്ത് പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നത് തുടരുകയാണ്. ഈ ദൗത്യം ഇന്ത്യക്ക് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ആഗോളതലത്തിൽ കൂടുതൽ പ്രാധാന്യം നേടാൻ സഹായിക്കും. ബഹിരാകാശ ടൂറിസം ഉൾപ്പെടെയുള്ള പുതിയ മേഖലകളിൽ ഇന്ത്യക്ക് അവസരങ്ങൾ ലഭിക്കാൻ ഇത് വഴിയൊരുക്കും. ബഹിരാകാശ ഗവേഷണങ്ങൾ മനുഷ്യരാശിയുടെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ്. പുതിയ സാങ്കേതിക വിദ്യകളുടെ വികസനം, കാലാവസ്ഥാ പഠനം, പ്രകൃതി വിഭവങ്ങളുടെ കണ്ടെത്തൽ, ആശയവിനിമയ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നിവയെല്ലാം ബഹിരാകാശ ഗവേഷണങ്ങളിലൂടെ സാധ്യമാകുന്ന കാര്യങ്ങളാണ്. ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമാണ്. ഇത് ഇന്ത്യയുടെ കഴിവിനെയും ദൃഢനിശ്ചയത്തെയും ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു.
ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാകട്ടെ എന്നും ഭാവിയിൽ കൂടുതൽ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾ ഈ പാത പിന്തുടരട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം. ഈ ദൗത്യം ബഹിരാകാശത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ വികസിപ്പിക്കാനും മനുഷ്യരാശിയുടെ ഭാവിക്കായി പുതിയ വഴികൾ തുറക്കാനും സഹായിക്കുമെന്നതിൽ സംശയമില്ല. ഈ യാത്ര ഇന്ത്യയുടെ അഭിമാനമാണ്, ഭാവിയിലേക്കുള്ള ചുവടുവെപ്പാണ്.